ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 5 ലക്ഷം എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി. വിജയ, വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാതി, നീ ചത്താടാ? ചത്തില്ല അലവലാതി. ഓഹോ, സാറ് വിളിക്കായിരുന്ന? ഞാൻ വിളിച്ചിട്ട് നീ വിളിയേക്കാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ ഉടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാല് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടെന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു. ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ? എടാ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന് സ്വല്പമെങ്കിലും നന്ദി വേണോടാ. നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ നന്ദി? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണമൊന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ, കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ ചുറ്റി കറങ്ങുന്നതാണ്. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. CID ഡിപ്പാർട്ട്മെന്റ് ചോരയുടെ ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ നിന്നെ പോലെ വിശ്വാസവഞ്ചകനല്ല. അധോ ലോക നായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പറ പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം. സമുദ്രത്തിൽ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിങ്ങിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാര് ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനമെന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100 കണക്കിന് ലിഫ്റ്റുകളും. റോഡിലാണെങ്കിൽ കോടിക്കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം?
കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? ഛെ, കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റവും പോയി. എന്റെ ഗുരുവായൂരപ്പ, വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് പ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ. ഇപ്പൊ എന്താ ഒരു വഴി? ഛെ. ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുടിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ട മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ്ങെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാമ്പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടും വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ എവിടെ സംസാരിക്കുന്നു നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണം? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അക്ഷരം വെറുതെ അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി വിഴുകുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്കിപ്പോ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറേയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ, കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി അല്ല. ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. യെസ്.